ഇതാണ് ശുചീന്ദ്രത്തിലെ രഥം. കേട്ടാ, അടിപൊളിയല്ലേ? അടിപൊളി അല്ലേ? ഇനി അകത്തെ വിശേഷം നമുക്ക് നോക്കാം. ഭയങ്കര ആഗ്രഹിച്ചു വന്നാണ് ശുചീന്ദ്രത്ത്. ഞാൻ നോക്കിയ ഗോപുരം കാണാനായിട്ട് അല്ലേ? ശുചീന്ദ്രത്തിലെ മഹാദേവനും മഹാവിഷ്ണുവും ഗണപതിയും അതേപോലെ തന്നെ ഹനുമാനും, ഇതാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഈ കാണുന്ന രഥം പുറത്ത് കണ്ട രഥത്തിനേക്കാൾ വലിയ രഥമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിങ്ങനെ ചുറ്റി കാണുകയാണ്. ഇനി അകത്തേക്ക് കയറുമ്പോൾ നോക്കാം. കണ്ടോ, പയ്യെ എൻട്രൻസിലേക്ക് കയറി നോക്കാം. കണ്ടോ, പയ്യെ കയറാം. ശിവായ ശിവ ശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ശിവ ശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗോപുരങ്ങളെല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് ശുചീന്ദ്രത്തിലെ സപ്ത സ്വരങ്ങൾ നൽകുന്ന തൂണുകൾ. ഓരോ തൂണുകൾക്കും ഓരോ സൗണ്ടാണ്. കോയിൻ വെച്ചിങ്ങനെ തട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. എന്താ അല്ലേ അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചേക്കണേ. 1500 1600 കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു അമ്പലം നിർമ്മിക്കുക എന്ന് പറയുന്നത് സമ്മതിക്കണം. അതെല്ലാ തൂണുകളും ഉജ്ജ്വലമാണ്. ചിത്രപ്പണിയില്ലാത്ത ഒരു തൂണ് പോലുമില്ല. ഇനി നമ്മൾ പോകുന്നത് ഗണപതിയുടെ അടുത്തേക്കാണ്. ഗണപതിയുടെ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലായിട്ട് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ്. അത് കണ്ടിറങ്ങി അതിനുശേഷം വീണ്ടും 4 സൈഡ് ഇതുപോലത്തെ തൂണുകളാണ്. എല്ലാ ചിത്രപ്പണികളും ചെയ്തിട്ടുള്ള കൽ തൂണുകൾ. വീണ്ടും ഞാൻ മറ്റേ സൈഡിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. 7 സപ്തസ്വരങ്ങൾ നൽകുന്ന 2 സൈഡിലും ഉണ്ട് ഇതുപോലത്തെ തൂണുകൾ. ഇത് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഗോപുരമാണ്. അങ്ങനെ ഇപ്പോൾ ശീവേലിയായി മഹാദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. ഇത് ഭയങ്കര വിശേഷമാണ് ശീവേലി. ശീവേലി നല്ല 12 മല്ലന്മാരുണ്ട്. 12 മല്ലന്മാർ വലിയൊരു മഞ്ചലിലാണ് അദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്നത്. നമ്മൾ നേരത്തെ കയറി വരുന്ന സമയത്ത് പോലീസ് ഓഫീസേഴ്സിനെ കണ്ടായിരുന്നു. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഓഫീസേഴ്സാണ്. അവർ എല്ലാ ദിവസവും ഈ പറയുന്ന മഹാദേവന് എഴുന്നള്ളത്തിൻ്റെ സമയത്ത് അവരിവിടെ ഉണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്നത്. ഈ നാടിൻ്റെ കാവലാണ് അദ്ദേഹം. ഇതേപോലെ പറയാൻ വിശേഷമുള്ളതാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും ഹനുമാൻ്റെ പ്രതിഷ്ഠയും. ഹനുമാൻ്റെ പ്രതിഷ്ഠ ഉജ്ജ്വലമാണ്. വെണ്ണ നിവേദ്യം അല്ലെങ്കിൽ വെണ്ണ ചാർത്തില്ലാത്ത ഒരു ദിവസം പോലും കാണാൻ പറ്റില്ല. ഇതാണ് ശുചീന്ദ്രത്തിൻ്റെ പുറത്തുള്ള കുളം. ആ കുളത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഗോപുരമുണ്ട്. ഒന്ന് കാണണം എല്ലാവരും.